Hello guys, welcome back to another video of Mickey Verse. നമുക്കിന്ന് പെട്ടെന്നൊരു ബ്രൗണി ഉണ്ടാക്കിയാൽ വളരെ കുറച്ച് വീട്ടിലിങ്ങനെ കാണുന്നുണ്ട് ബുദ്ധിമുട്ട് നമുക്കൊരു 1 minute ബ്രൗണി ഉണ്ടാക്കാം. എന്നാൽ വായോ. അപ്പോൾ നമുക്ക് ഡിഷസ് ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യം കുറച്ച് പഞ്ചസാര വേണം, പിന്നെ എൻ്റെ ഒരു മുട്ട ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ബട്ടർ, ബേക്കിംഗ് പേപ്പർ, പിന്നെ ഓയിൽ പർപ്പസ് ഫ്ലവർ. ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് ടപ്പർവെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്കൂളിൽ കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. എന്ത് വെള്ളം എടുക്കാം, ഇങ്ങനെ ഒന്ന് നിർബന്ധമില്ല. പിന്നെ ലാസ്റ്റിൽ ഒരു ഗ്ലാസ് ബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് മുട്ടായി എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്യുവാണ്. ഈ കട്ട് ചെയ്ത പീസസ് നമ്മൾ ഈ ബോളിനകത്തോട്ട് ഇടണം. ഇങ്ങനെ കുഞ്ഞു പീസ് ആക്കണം. ഇതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നതാണ്. ബട്ടർ വളരെ കുറവായിട്ട് ഇടാൻ മതി, അല്ലെങ്കിൽ ആ ചവ കാണും. അപ്പം നമുക്ക് വളരെ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു 30 സെക്കൻഡ്സിന് ഓവനിൽ ഹീറ്റ് ചെയ്യണം. ഇനിയിപ്പം നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഇതിപ്പോൾ സോഫ്റ്റ് ഈസിയായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ശരിക്കും ഹീറ്റ് ചെയ്യുന്നത് ഇതൊന്ന് മിക്സ് ചെയ്യാൻ എളുപ്പമാവാനാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ്. പഞ്ചസാര ഒരാൾക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 4 ടേബിൾ സ്പൂൺ ആണ്. ഞാൻ ഈ സ്പൂണാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇനിയും ഈ നമ്പർ കൂടുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഷുഗറും കൂട്ടണം. ഇപ്പം 2 പേർക്കാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ അങ്ങനെ കൂട്ടിയാൽ മതി കേട്ടോ. ഇത് നമുക്ക് നല്ല ഇളക്കണം. നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, കുറച്ച് റഫ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാലാണ്, അപ്പം നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യും. കുറച്ച് പാൽ മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് കുറച്ചേരം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇതാണ് നമ്മുടെ ഒരു ബാറ്ററി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനിയിപ്പം നമുക്ക് ആ ടപ്പറിനകത്തോട്ട് കുറച്ച് പാർച്ച്മെന്റ് പേപ്പർ ലൈൻ ചെയ്തിട്ട് ഈ ബാറ്റർ അകത്തോട്ട് ഒഴിക്കണം. ഞാനിപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് ഇതൊന്ന് ലേ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ടോപ്പിംഗ് ആയിട്ട് ഞാൻ മുന്നേ മാറ്റി വെച്ച കുറച്ച് ഡയറി മിൽക്ക് എടുത്ത് അതിന് മുകളിൽ ടോപ്പിംഗ് ഇടുന്നുണ്ട്. പിന്നെ കുഞ്ഞു പീസ് ആക്കിയിട്ടാണ് ടോപ്പിംഗ് ഇട്ടിരുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ ഭാഗത്ത് ഈ ചോക്ലേറ്റ് അതിന് കിട്ടും.
ഹീറ്റ് ചെയ്യണം. 1 മിനിറ്റിനെ ഹീറ്റ് ചെയ്യാവുള്ളൂ. ഗൈസ് ഇത് കണ്ട നല്ലതുപോലെ ബേക്കായി. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ. അടിപൊളിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും നന്നാക്കി ട്രൈ ചെയ്യണം. എസ്പെഷ്യലി ഈ റെസിപ്പി ഭയങ്കര ഈസിയാണ്. നമുക്ക് ഈ വെക്കേഷൻ്റെയൊക്കെ ഇടയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ് ബൈ മിക്കീസ് വേഴ്സ്. ടിൽ ദാറ്റ് ബൈ.